ഈ ഒരു ഭവനമാണെങ്കിൽ പോലും നമുക്ക് ധർമ്മം കിട്ടിയതാ. ഉം. എനിക്ക് കെ തോമസ് സാർ വെച്ച് തന്നത്. സി കെ തോമസ് സാറിൻ്റെ ഒരു അറിവപ്പിലൂടെ സി കെ മേനോൻ എന്ന് പറഞ്ഞ പുള്ളി എനിക്ക് വെച്ച് തന്ന പേര്. അങ്ങനെ വെച്ച് ഈ ഒരു 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു കുളിമുറി കക്കൂസും കിച്ചനും അത് നമുക്ക് വെച്ച് തന്നതാ. പിന്നെ അതിൻ്റെ പുറത്തൊന്നും ചെയ്യാനെടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യില്ല. കാരണം മകനാണെങ്കിൽ ഇപ്പോൾ ഒരു ഇത്തിരി സ്ഥലം കിടക്കണം നീളത്തിൽ കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ഷെഡ് വെച്ച് കൊടുക്കാനാണെങ്കിലും നമ്മൾക്ക് നിവർത്തിയില്ല എന്നെക്കൊണ്ട്. അവരൊരു ഷെഡെങ്കിലും വെച്ച് ഒരു അടിത്തറയെങ്കിലും കെട്ടിയിട്ട് ആ ഒരു ഷെഡ് വെക്കണം എന്നുള്ളതൊക്കെ ഒരു കാർഡിൽ കൂടി അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കി സഹായിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ ക്ഷീണത്തിൽ വന്നത്. ക്ഷീണത്തിൽ വന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയണത്, ഞാൻ പുനർജന്മം തന്നതിന് ദൈവം തന്നേക്കണാണ്. കാരണം ഒരു ക്ഷീണമില്ല. ഒരു ലൊക്കേഷനിൽ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്, ഞാൻ കത്തി നിൽക്കുന്ന ടൈമാണ് ഞാൻ ക്ഷീണമായിട്ട് വീണത്. ഞാൻ ഇവിടെ വീണ സമയത്ത് എനിക്ക് നെഞ്ചുവേദനയായിട്ട് എന്നെ കൊണ്ടുപോയി. എന്നാ ഞാൻ എന്നാ തിരുവനന്തപുരത്ത് പുതിയൊരു വലിയ പടം ഉണ്ടായിരുന്നു. ആ പടത്തിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ജനുവരി 20-ാം തീയതി സ്റ്റാർട്ടിങ്. ജനുവരി 19-ാം തീയതി എനിക്ക് പോകണം. അപ്പോൾ ജനുവരി 18-ാം തീയതി ഞാൻ അപ്പോൾ ഏതോ ഹോസ്പിറ്റലാണ് ഞാൻ ആദ്യം അറ്റാക്കായിട്ട് വന്ന് വീണിട്ട് അവിടെ നിന്ന് പിന്നെ മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കണം. അതിന് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് അമ്മേ നമുക്ക് നല്ല കഫക്കെട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മേ നല്ല കഫക്കെട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാമേ അമ്മ 2 ദിവസം കിടയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈക്ക് പിടിച്ചെന്ന് പറഞ്ഞു പറ്റി കാശണ്ട, ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞു.